ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാം പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. ആസാമഹോ ചരണരേണുജുഷാമഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലദൗഷധീനാം യാദുസ്ത്യജം സ്വജനമാര്യപദം ചഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവമൃഗ്യാം. ധന്യസദ്ഗുരുനാഥാ ശരണം, പൊന്നുഗുരുവായൂരപ്പാ ശരണം. രാധികാ ജീവനസ്മരണം, ജയ ജയ രാധേശ്യാം. ശ്രീന്ദ്രഹരയേ നമഃ. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ധർമ്മം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ 2-ാമത്തെ ശ്ലോകം തുടങ്ങിയത്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. അവർ പറഞ്ഞിട്ടുള്ളത് കൈതവം വിട്ട ധർമ്മത്തെ ആചരിക്കാനാണ്. അപ്പോൾ ഭഗവാനോട് നമ്മൾ ചേരാനുള്ള ഈ പ്രൗഢമായ ഈ സത്രരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുള്ള ഈ യാത്രയിൽ വരാഹമൂർത്തിയുടെ അവതാരം വരെയുള്ള ഭാഗങ്ങൾ ആ അമ്മയുടെ മനോഹരമായ ഇരുത്തം വന്ന വാക്കുകളിലൂടെ നമ്മൾ ശ്രവിച്ചു. പലപ്പോഴും നമ്മൾ ഈ ശ്രവണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉദ്ധരിക്കാനുള്ള മാർഗം. പറയുന്നതിനേക്കാൾ കേൾക്കുക എന്നുള്ളതാണ്. അതിൽ പറയുന്നതിൽ സത്യസന്ധത വരിക എന്നുള്ളതാണ്. അപ്പം അമ്മയുടെ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം, അറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു കരളുറപ്പുണ്ട്. അമ്മ 2 കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. കാരണം ആ അമ്മ പറയണ്ടേ, ഇത്രയും വലിയ ജീവിതത്തിൽ ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ എന്താ സത്രശാലയിൽ വരാത്തത്, വൃദ്ധരായിട്ടുള്ള ആളുകളാണല്ലോ കൂടുതൽ എന്ന് പറയും. എന്തുകൊണ്ടാണ്? വൃദ്ധർക്ക് ബോധ്യം വന്ന് തുടങ്ങിയിരിക്കുന്നു, ഈശ്വരനല്ലാതെ മറ്റൊരു മാർഗമില്ല, ഗുരുവായൂരപ്പനല്ലാതെ ഇനിയൊരു മാർഗമില്ല എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോഴാണ് നമുക്കൊന്നിനെക്കുറിച്ചും അറിവില്ല എന്ന് പറയാനുള്ള ബോധ്യം ഉണ്ടാവുക. കാരണം ആ അമ്മ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം നോക്കേണ്ടതാണ്. ഒന്ന്, പ്രകൃതി എന്നും പുരുഷനെന്നും നമ്മളിൽ തന്നെ 2 ഘടകങ്ങളുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ആ അമ്മ പറയണ്ടായി. സത്യത്തിൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് ഒരു ന്യൂറോ എംബ്രിയോളജിസ്റ്റിനോട് ചോദിച്ചാൽ അവർ പറയുമെന്ന് നമുക്ക് സംശയമുണ്ട്. 2-ാമത്തെ കാര്യം എന്താണ്? ആ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് ആ അമ്മ പറയണ്ടായി, യാഗങ്ങളെക്കുറിച്ചും യജ്ഞരൂപിയായ വരാഹമൂർത്തിയെക്കുറിച്ച് എങ്ങനെയാ പറയുക? കാരണം യാഗങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ചക്രവർത്തി, പൃഥുചക്രവർത്തി നടത്തിയ യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭരതൻ നടത്തിയ യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 8 തരത്തിലാണ് യാഗങ്ങളുള്ളത്. അതിൽ സോമയാഗം, അപ്തൂർയാമം, അതുപോലെ തന്നെ അതിരാത്രം, ഉക്ഥ്യം, ഷോഡശി, അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെങ്ങനെയാണ് പറയുക? അപ്പം സത്യസന്ധത എന്ന് പറയുന്നൊരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭാഗവത ധർമ്മം. അത് ഭാഗവതം പറയുമ്പോൾ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിലും സത്യത്തെ മുറുകെ പിടിക്കാനുള്ളൊരു പ്രേരണയായി ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ വന്ന ഈ യാത്രയെയും നമുക്കൊന്ന് സംഗ്രഹിച്ച്, ഈ വരാഹമൂർത്തിയുടെ ഈ അവതാരം വരെയുള്ള ഈ യാത്രയെ നമ്മൾ സംഗ്രഹിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭാഗവതത്തിലെ ആദ്യത്തെ കഥാബീജമാണെന്ന് പറയാം ഈ വരാഹമൂർത്തിയുടെ അവതാര ദർശനം. കാരണം ആദ്യത്തെ കഥാഗോളമാണ് അത്. 3യ സ്കന്ധത്തിൽ തുടങ്ങുന്നതിന് മുൻപ് വേദവ്യാസ മഹർഷി മനോഹരമായൊരു ആഖ്യാനം നടത്തി വെച്ചിട്ടുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ആത്മാംശത്തോടു കൂടിയാണ് വ്യാസഭഗവാൻ പറഞ്ഞത്. അതിന് 4 പേരെ പരിചയപ്പെടുത്തും. ഭാഗവതം ഈ വരാഹമൂർത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് മുമ്പ് 4 പേരെ പറയും. അത് വ്യാസപുത്രന്മാർ തന്നെയാണ്, അല്ലേ? വേദവ്യാസ മഹർഷിക്ക് 4 മക്കളുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ലേ? ഉറങ്ങാണോ? ഇല്ല അല്ലേ? 4 മക്കളാണുള്ളത്. ആദ്യത്തെ ആളാണ് ആര്?
ചിലപ്പം മറന്നുപോയിണ്ടാവും അല്ലേ? അത് കുഴപ്പമില്ല. ആദ്യത്തെ ആളാണ് ധൃതരാഷ്ട്രൻ അല്ലേ? രണ്ടാമത്തെ ആളാണ് ആര്? കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രന് ശേഷം പാണ്ഡു, പിന്നെ വിതുരൻ, പിന്നെ ശ്രീശുകൻ. അപ്പോൾ ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വെറും ഒരു കഥാപാത്ര സംസ്കരണം അല്ലത്. ധൃതരാഷ്ട്രൻ എന്ന പദത്തിന് അർത്ഥം തന്നെ എന്താണ്? ധൃങ് അവധ്വംസനെ എന്ന ധാതുവിൽ നിന്നാണ് ധാർത്തരാഷ്ട്ര പദത്തിൻ്റെ ഉൽപ്പത്തി. ധൃതം രാഷ്ട്രം ഏന സ ഇതി ധൃതരാഷ്ട്ര എന്നാണ്. ഭരണാധികാരികൾ എപ്പോഴും അന്ധരായിരിക്കുമെന്ന് കാണിക്കുകയാണ്. അധികാരം കിട്ടുന്നവൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ധാർത്തരാഷ്ട്രൻ എന്നും കണ്ണ് മൂടപ്പെട്ടവനായി മാറിപ്പോവുകയാണ്. അർത്ഥത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക. ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ആരെയാ പറയുക? വിതുരനെയാണ് പറയുക. വി എന്ന ഉപസർഗത്തിന് നൺ ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ വിദുരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുര ഇല്ലാത്തവനാണ് വിദുരൻ എന്നൊരർത്ഥം. വിദ് എന്ന ധാതുവിന് സംസ്കൃതത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിവ് എന്നർത്ഥം. അപ്പൊ അറിവിൽ രമിക്കുന്നവൻ ആരാണോ അവനാണ് വിദുരൻ എന്ന് മറ്റൊരർത്ഥം പറയാം. അപ്പോൾ അത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. പാണ്ഡുവിൻ്റെ രോഗം പാണ്ഡുതയാണ്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ശരീരം മുഴുവനും പാണ്ഡുള്ളവനായിരുന്നില്ല പാണ്ഡു എന്ന് എഴുതുന്നത് ണായും ഡായും കൂടെ അക്ഷരമാണ്. പാണ്ഡു രോഗത്തിൻ്റെ ഉണ്ട വേറെയാണ്. ശരീരം മുഴുവനും പാണ്ടുള്ള ആളല്ല. അനീമിക് പേഷ്യൻ്റ് ആയിരുന്നു പാണ്ഡു. അനീമിക് പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് സാധാരണ പറയും ഈ സ്ത്രീ സംഘം പാടില്ല. കാരണം പാണ്ഡു മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മാദ്രിയോടുള്ള കാമാസക്തിയിൽ മാദ്രിയെ പുൽകിപ്പുണർന്നുകൊണ്ട് പാണ്ഡു മരിച്ചു വീഴുകയാണ്. കാമത്തിൻ്റെ പ്രതീകമാണ്. കാമം എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷുവൽ മോട്ടീവ് അല്ല, എന്തിനോടുമുള്ള അടങ്ങാത്ത ആസക്തിയാണ് യഥാർത്ഥത്തിൽ കാമം എന്നവിടെ ഉദ്ദേശിക്കുക. മോക്ഷത്തിൻ്റെ പ്രതീകമാണ് ശ്രീശുക മഹർഷി. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ഇതിലെങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? വരാഹമൂർത്തിയുടെ അവതാരം വരെ ധർമ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന വിതുര മഹാശയനെ നോക്കണം. ആ വിതുര മഹാശയനാണ് തൃതീയ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ യാത്ര ഇപ്പോൾ നമുക്ക് ഈ വന്ന വഴിയിൽ നമ്മൾ പറയാതെ വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങൾ ഘടിപ്പിച്ച് നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിതുര മഹാശയൻ നീണ്ട 36 വർഷക്കാലം വാനപ്രസ്ഥത്തിൽ കടന്നു പോയിരിക്കുന്നു. കാരണം എങ്ങനെയാതുണ്ടായത്? കൗരവന്മാരെ ഉപദേശിക്കാൻ നോക്കി വിതുരൻ എന്നാണ്. എല്ലാവരെയും ഉപദേശിക്കാൻ പാടില്ല എന്നാണ് ധർമ്മശാസ്ത്രം പറയുക. ആരെയൊക്കെ നമുക്ക് ഉപദേശിക്കാം? ഭർത്താവിനെ ഭാര്യയ്ക്ക് ഉപദേശിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ. കാരണം എന്താ? പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല, ഉപദേശം തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആർക്കും വിരോധമൊന്നും ഉണ്ടാവാൻ പോണില്ല. പിന്നെ ഗുരുനാഥന്മാർക്ക് ശിഷ്യന്മാരോട് ഉപദേശമാവാം, അത്രേ വേണ്ടൂ എന്നാണ്. മറ്റാരെയും, നമുക്ക് അധികാരമില്ലാത്ത ആരോടും ഉപദേശം പാടില്ല എന്നാ പറയുക. അപ്പൊ ഇവിടെ എന്താ പറ്റിയത്? പിന്നെ എന്ത് ധർമ്മമാണ്? ഇപ്പോൾ വിതുര മഹാശയൻ കൗരവന്മാരുടെ കൂടെ കഴിയേണ്ടി വന്നു. അതിന് കാരണം അണിമാണ്ഡവ ഉപാഖ്യാനത്തിൽ മഹാഭാരതത്തിലാണ് പറയുക, തൻ്റെ കർമ്മഫലമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ വിതുരൻ എന്തുകൊണ്ട് ഉപദേശിച്ചു എന്ന് ചോദിച്ചാൽ മരണം ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ് കൗരവന്മാർ. അപ്പോൾ മരിക്കാൻ പോകുന്ന ഒരാളെ ഉപദേശിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? പോവരുത് ദുര്യോധന നീ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. ദുര്യോധനൻ അത് പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത് വിതുര മഹാശയനോട്? അത് വ്യാസഭഗവാൻ പറയുന്നുണ്ട്. ആ സഭാമധ്യത്തിൽ വെച്ച് സ ഇത്യുദ്ബല കർണബാണൈ ഭ്രാതുപുരോമർമ്മസുതാഠിതോപി. ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പ്രാതസ്മരണീയമായിട്ടുള്ള വിശ്വനാഥ ചക്രവർത്തിയുടെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് മനോഹരമായിട്ടൊരു പ്രയോഗം. സ ഇത്യുദ്ബല കർണബാണൈ ഭ്രാതുപുരോമർമ്മസുതാഠിതോപി എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? സാമാന്യ അർത്ഥം എന്താണ്? വിതുര മഹാശയന്റെ കർണപുടങ്ങളിലേക്ക് വാക്കുകളാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ട് രസിച്ചു കൗരവാദികൾ എന്നാണ്. പക്ഷെ ചക്രവർത്തി പറഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം രസകരമാണ്. ദുര്യോധനനും കർണനും ചേർന്ന് ഇദ്ദേഹത്തിനെ മുറിവേൽപ്പിച്ചു എന്നാണ്. കാരണം ദുര്യോധനൻ എന്ത് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുന്ന സ്വഭാവം ആർക്കുണ്ട്? കർണനുണ്ട്. പക്ഷെ എന്തുണ്ടായി? ആ സഭാമധ്യത്തിൽ വെച്ചിട്ട് വിതുരൻ സന്തോഷിക്കുക ചെയ്തത്. കാരണം എന്താ? കുറേ കാലമായിട്ട് വിതുരൻ വിചാരിക്കുന്നുണ്ട് എങ്ങനെങ്കിലും ഈ കൗരവന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം എന്താ? അവര് തന്നിട്ടുള്ള ഭക്ഷണം കഴിച്ച് 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 എൻ്റെ രക്തവും ദുഷിച്ചു പോകുമോ എന്നൊരു സംശയം വിതുരനുണ്ട്. അത് പറയുന്നത് ഭീഷ്മരാണ്. ശരിക്കും പറഞ്ഞാൽ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഭീഷ്മ പിതാമഹനെ കാണാനായിട്ട് പാണ്ഡവ കുട്ടികളും കൃഷ്ണനും ചേർന്നിട്ട് പോവാറുണ്ട്. രാജ്ഞിരാമാനെ പോയത്.
കാരണം ഭീഷ്മര് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ആർക്കും അറിയാൻ വഴിയില്ല. അപ്പോൾ രാഷ്ട്രധർമ്മമടക്കം സകല ധർമ്മങ്ങളും ഭീഷ്മരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാണ്ഡവക്കുട്ടികളും കൃഷ്ണനും അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരം രാത്രി മയങ്ങാറായപ്പോൾ പടപ്പാളയങ്ങൾ ശാന്തമായപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭീഷ്മരോട് ധർമ്മപുത്രൻ. എന്താണ് ഒരു രാഷ്ട്രം ധർമ്മസമ്പന്നമാകുന്നതിൻ്റെ ലക്ഷണം? അതായത് ഒരു രാജ്യം ധർമ്മസമ്പന്നമാകുന്നത് എപ്പോൾ? അപ്പം ഭീഷ്മര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ ഭീഷ്മര് പറഞ്ഞത്? നവോഢയും പതിവ്രതയും യൗവനയുക്തയും സുന്ദരിയുമായിരിക്കുന്ന ഒരമ്മ, ഒരു സ്ത്രീരത്നം, ഒരു രാഷ്ട്രത്തിൻ്റെ തുറസായ ഇടങ്ങളിൽ എവിടെയെങ്കിലും, അത് ഗ്രാമത്തിലാവട്ടെ പട്ടണത്തിലാവട്ടെ, എവിടെയെങ്കിലും ഒരാൾ പോലും സംരക്ഷണമില്ലാതെ ഒരു തുറസായ ഇടത്ത് കിടന്നുറങ്ങേണ്ടി വന്നാൽ ആ രാത്രി മുഴുവൻ കഴിഞ്ഞ് നേരം വെളുക്കുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിനോ അഭിമാനത്തിനോ ചിന്തകൾക്കോ ഒരു പോറല് പോലും ഇല്ലാതെയാണെങ്കിൽ ആ രാജ്യം ധർമ്മസമ്പന്നമാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. എത്ര അസാധാരണമായ ആശയമാണ് ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, നമ്മളുടെ അവസ്ഥ, നാടിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഭീഷ്മരിലൂടെ. അപ്പം ഇത് കേട്ടപ്പം ദ്രൗപദി പൊട്ടിച്ചിരിച്ചിട്ടൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. പ്രസക്തമായ ചോദ്യമാണ്. ദ്രൗപദി ചോദിച്ചെന്താ? പിതാമഹ, അങ്ങയുടെ ഉത്തരം ഗംഭീരാണ്. പക്ഷേ എവിടെയായിരുന്നു അവിടുത്തെ രാഷ്ട്രധർമ്മവും ധർമ്മബോധവും? അവിടുത്തെ മക്കളൊക്കെ കൂടെ രജസ്വലയായി ഒറ്റച്ചേല ചുറ്റി നിൽക്കുന്ന സമയത്ത് എൻ്റെ വസ്ത്രത്തെ തെരുപ്പിടിപ്പിച്ച ആ അഭിശപ്തമായ ദിനത്തിൽ എവിടെയായിരുന്നു അവിടുത്തെ ധർമ്മബോധം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭീഷ്മര് പറഞ്ഞത്, കുട്ടി, അതിന് കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കൗരവന്മാരുടെ കൂടെ കഴിഞ്ഞ് അവരുടെ കൂടെ കൂടി ആ ഭാഷ കൊണ്ടും അവർ തന്ന ഭക്ഷണം കൊണ്ടും എൻ്റെ രക്തം ദുഷിച്ചിരുന്നു, എൻ്റെ പ്രജ്ഞ നശിച്ചിരുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇടപഴകുന്നവരുടെ സംസർഗ ഗുണം നമ്മളെ എവിടെ എത്തിക്കുമെന്നുള്ളതിന് ഉദാഹരണമൊന്നും ഈ സദസ്സിൽ പറയേണ്ട ആവശ്യമില്ല. പ്രപഞ്ചവും നമ്മളും ഒക്കെ തന്നെ ഉദാഹരണം. അതുകൊണ്ടാണ് വിതുരൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോടൊക്കെ ബന്ധപ്പെടുന്നു. ഇപ്പം എന്തിനാണ് ഈ സത്രം നടത്തണേ? അത് ആലോചിക്കണ്ടേ നമ്മൾ? എത്രയോ വർഷം, 42ാമത്തെ സത്രമാണ്. എന്തുകൊണ്ട് ഈ സത്രം നിലനിൽക്കുന്നു? പലരും ധരിച്ചു, പല വിവാദങ്ങളിലൂടെ സത്രം കടന്നുപോയ സമയത്ത് ഇതിന് വേണ്ടിയിട്ട് കരളും ചങ്കും കൊടുത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ സത്രം നടക്കുന്ന ഒരു ഗ്രാമത്തിൽ അറിയണമെന്നില്ല. മറിച്ച് അതിൻ്റെ പിന്നിൽ ഇതിനെ ജീവശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ശക്തി കൂടിയാണ് ഭാഗവതം ഇങ്ങനെ ഗ്രാമങ്ങളിൽ അത് ഗുരുവായൂരപ്പൻ കൊടുക്കുന്ന ശക്തിയാണത്. ഗുരുവായൂരപ്പൻ മാത്രമാണ് സത്രത്തിൻ്റെ മൂലധനം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. വേറെ ഇവിടെ ധനമൊന്നുമില്ല. ഇവിടെ പല ആളുകളും, അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിവാദമായേക്കാം. നമുക്ക് ആരെയാ ഭയക്കേണ്ടത്? ഭീതർനാമ ദ്വിതീയാൽ ഭവതി എന്നാ പറയുക. ഇപ്പൊ പലരും പറയാറുള്ള വാദമാണ് ഈ സത്രം ധനസമ്പാദനത്തിന് വേണ്ടിയാണ്. ആർക്ക്? എന്തിന്? സത്രസമിതിയുടെ എല്ലാ മൂലധനവും ഗുരുവായൂരപ്പൻ മാത്രമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ ഒരു മൂലധനവും ഈ സത്രസമിതിക്കില്ല. കാരണം നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് എത്രയോ കാലമായി അപ്പുച്ചേട്ടനെയും നാരായണസ്വാമിയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഈ മഹാത്മാക്കൾ വരുന്ന മണ്ണിൽ ഒന്ന് ചവിട്ടി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മുടെ മാതിരിയുള്ള എൻ്റെ ഗുരുനാഥൻ ഗുരുവായൂരപ്പദാസ സ്വാമി ചെയ്ത പഴയകാല പ്രവർത്തനങ്ങൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. സ്വാമി പറഞ്ഞിട്ടുണ്ട്, എവിടെ സത്രം ഉണ്ടോ അവിടെയൊക്കെ നീ പോണം, പോയി അവിടെ നിൽക്കണം. വേറെ ഒന്നിനുമല്ല, വരുന്ന മഹാത്മാക്കളുടെ ചെരുപ്പ് എടുക്കാൻ, വരുന്ന മഹാത്മാക്കളുടെ കൂടെ ഇരുന്ന് അവർക്ക് എന്തെങ്കിലും വിളമ്പി കൊടുക്കാൻ നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതൊരു സേവനമാണ് വേണ്ടത്. അല്ലാതെ ശ്രോതാവും വക്താവും ആചാര്യന്മാരും സംഘാടകരും ഇല്ലാതാവുന്നൊരു സുദിനം സത്രസദസ്സിൽ വരും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത് നിലനിർത്തണ്ടേ? നമ്മൾ ആലോചിച്ചു, ഭാഗവതത്തിന് ഇത്രയും വലിയൊരു ശക്തമായൊരു സമ്മേളനം ആരെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റും? നമ്മളൊന്ന് പറഞ്ഞു നോക്കും. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ആചാര്യന്മാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ദക്ഷിണ എന്ന് പറയുന്നത് നമ്മൾ വളരെ, കാരണം എന്തുകൊണ്ടാണ്? ദക്ഷിണ വേണ്ടാത്തവരല്ല ഇവിടെ വരണത്, അവർക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. മഹാത്മാക്കളായിട്ടുള്ള, ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് കണ്ടില്ലേ, മലപ്പുറത്തു നിന്നാണ് ഒരു ആചാര്യൻ വന്നത്, ഇനി വൈകുന്നേരം കോഴിക്കോട് നിന്നാണ് ഒരാൾ വരേണ്ടത്. നമ്മളോട് നമ്മുടെ പരമമായ ഭാഗ്യമാണ് മാരൻകുളങ്ങര അമ്മ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം ഇനിയും ഈ നാട്ടിലുള്ള സജ്ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് നമ്മളുടെ ഭാഗ്യമാണ്, നമ്മുടെ നാടിൻ്റെ അനുഗ്രഹമാണ്.
അപ്പൊ ഇതിവിടെ ആളെ കൂട്ടാൻ വേണ്ടി പറയണല്ല, മറിച്ച് ഒരു മഹാത്മാവായിരിക്കുന്ന ഒരാള് ഒരു സ്ഥലത്ത് വരണമെങ്കിൽ എത്ര സുഹൃതം നമ്മൾ ചെയ്യണം, അവരെ കാണണമെങ്കിൽ, അവരൊന്ന് സേവിക്കണമെങ്കിൽ. അതാണ് ഇവിടെ വിതുരൻ പറയണത്. നമ്മുടെ വാസനാക്ഷയത്തിന് ഒറ്റ വഴിയുള്ളൂ, അത് ഗുരുകൃപ മാത്രമാണ്. ഗുരുകൃപ അല്ലാണ്ട് വാസന ക്ഷയിക്കില്ല. അതാണ് ഇവിടെ വിതുരൻ കാണിച്ചത്. വിതുരൻ പറയണ വാദം എന്താണ്? എനിക്ക് കൗരവന്മാര് പറഞ്ഞ എന്നെ അഭിമാനിയാക്കുന്നതോ അപമാനം ഉണ്ടാക്കുന്നതോ ആയ കാര്യം എന്നെ ബാധിക്കുന്നില്ല. ഇനി ഭഗവാന്റെ ജീവിതം തന്നെ നോക്കിയാൽ പോലെ, ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജീവിതം നോക്കൂ, കരഞ്ഞു തീരേണ്ട ജീവിതമായിരുന്നു. എത്രയെത്ര അപവാദം ഉൾമുനകൾ എത്തി നീ അതിനു നേർക്കൊക്കെയും പുഞ്ചിരിയോടുകൂടി നിന്നില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം 6 പേരെ കഥാരൂപത്തിൽ പറയുമ്പം ആ ചോരപ്പാടുണങ്ങാത്ത ഒരു മണ്ഡപത്തിലേക്ക് കാലം തിരിച്ചയച്ച ചോരപ്പാടുകളിലേക്കാണ് കൃഷ്ണൻ ജനിച്ചു വീണത് ആ രാത്രിയിൽ. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ, ജയിലിലായിരുന്നു നമ്മൾ ജനിച്ചു വീണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒറ്റ രാത്രി കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു, സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു. 10 വയസ്സായപ്പോൾ രാധയോടുകൂടി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അക്രൂരൻ വന്ന് പറഞ്ഞത്, കൃഷ്ണ ഇതല്ല നിന്റെ സ്ഥലം. മല്ലയുദ്ധത്തിന് പോകേണ്ടി വന്നു, ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരിടേണ്ടതിനെയെല്ലാം നേരിടേണ്ടത് പോലെ നേരിട്ടു. ഏതാ മാറ്റിവെച്ചത് ഭഗവാൻ? ആയോധനകലകള്. ഇനി ഗീതാകാരനാവണോ, തേര് തെളിക്കണോ, രാഷ്ട്രതന്ത്രജ്ഞനാവണോ? അപ്പോൾ ഭഗവാന്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം, കാരണം കുട്ടിക്കാലം തൊട്ട് ദുരന്തങ്ങളാണ്. പൂതനയും ബഗനും മഖാസുരനും തൃണാവർത്തനും കാളിയനും എല്ലാം വേട്ടയാടിയ ജീവിതം. പക്ഷെ അതിനൊക്കെ ഭഗവാൻ പുഞ്ചിരിയോടുകൂടി നിന്നു, ചടുലമായ താളത്തോടു കൂടി നിന്നു. അഗ്രസീവായ ആ ഭഗവാന്റെ ആ ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കാണിച്ചത് അതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ആർദ്രമായ ഗുരുവായൂരപ്പനോടുള്ള അദമ്യമായ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഊറി വരേണ്ട ആ ഭക്തിയും ശക്തിയും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമ്മുടെ ശരീരം ഇല്ല, പിന്നെ ഇല്ല. ആ ഗുരുവായൂരപ്പൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം കർമ്മനൈരന്തര്യത്തിന്റെ പ്രവാഹത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ശക്തി മാത്രമാണ്, അതിനപ്പുറത്തേക്കില്ല. അതാണ് ഇവിടെ വിതുരൻ പറഞ്ഞത്, ഇവരുടെ കൂടെ നിന്ന് ഇനി ഭക്ഷണം കഴിച്ചാൽ എൻ്റെ രക്തം ദുഷിക്കും. വിതുരൻ പോവാണ്. 36 വർഷക്കാലം അദ്ദേഹം വാനപ്രസ്ഥത്തിൽ കടന്നുപോയി. അഹോ നാരായണ, ഇനി ആരെ കൊണ്ടാ വർണ്ണിക്കാൻ പറ്റുക? വിതുര മഹാശയൻ 36 വർഷം കഴിഞ്ഞിട്ട് ആ യമുനാതീരത്തിലൂടെ നടന്നു വരുമ്പം പരമഭക്തനായ ഭഗവാന്റെ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയണത് എങ്ങനെയാണ്? ഉദ്ധവോ ബുദ്ധിസത്തമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. പരമഭാഗവതനായ ഉദ്ധവൻ ഒരു ഭാഗത്തൂടെ യമുന, അത് നമ്മളിങ്ങനെ ഹൃദയത്തിൽ കാണണം. യമുനയുടെ പ്രശാന്തമായ തീരത്തിലൂടെ ഭാരതയുദ്ധത്തിന് ശേഷം കടന്നു വരുന്ന 2 മഹാത്മാക്കൾ. ഒന്ന് ഭഗവാന്റെ സന്തത സഹചാരിയായ ഉദ്ധവൻ ശരിക്കും ഭഗവാനെ പോലെ ആയി തീർന്നു എന്നാണ് ദശമത്തിൽ 47-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അവിടെ പറയുന്നുണ്ട്, ഗോപികമാര് ഭഗവാനെ കാണാൻ കൊതിച്ചിരിക്കുമ്പം ഉദ്ധവൻ വരണ ഒരു രംഗമുണ്ട്. അതിനാദ്യത്തെ ശ്ലോകം വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന ഹൃദയസ്പർശിയായിട്ടാണ്. എന്താണ്? സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ആലിംഗ്യഗാഢം എന്ന് തൃതീയത്തിൽ ഇവിടെ പറഞ്ഞു ഉദ്ധവനെ കുറിച്ച്. അടുത്തത് അവിടെ എന്താ പറഞ്ഞത്? 47-ൽ എന്താ പറഞ്ഞത്? ത്വം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയം പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസത് മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ഗോപികമാരിങ്ങനെ ഭഗവാൻ വരണുണ്ടോന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ആ രഥത്തും വന്ന് ഉദ്ധവൻ അങ്ങോട്ട് ഇറങ്ങണത്. അപ്പൊ അവരെന്താ കണ്ടത്? ത്വാം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയം പ്രലംബബാഹും നവകഞ്ചലോചനം. അവര് കരഞ്ഞുകൊണ്ടാണ് അവർ കഴിയണത്. അവരിപ്പോ പറയുന്നുണ്ട്, ഇന്നെങ്കിലും വന്നീടുമെൻ്റെ കൃഷ്ണൻ എന്നോർത്തു ഗോപാങ്കന നാളുതോറും പ്രത്യാശയോടെ
അശനീയമെല്ലാം തട്ടിക്കുടഞ്ഞങ്ങു വിരിച്ചിടുന്നു. അവർക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഗോപികമാർക്ക്. അതെന്താണ്? നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ഞാനാവലാതി തിരുമുൻപിലുണർത്തിടുന്നേൻ കണ്ണാ, ആനന്ദപൂർണൻ അതു കേട്ടു ധരിച്ചിടേണം. ഈ ജന്മത്തിലാകെ ദുഃഖങ്ങളാണടിയന്റെ നേട്ടം. കൃഷ്ണ നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാക്ഷാത് ഉദ്ധവനെ കണ്ടിട്ട് അവർ ഓടി വരണം. കാരണം ഇന്ന് ഭഗവാൻ ധരിച്ച താമരമാല നാളെ ഉദ്ധവനുള്ളതാണ്. അത് രുക്മിണി ദേവിക്ക് പോലുമില്ല. ഇന്ന് ഭഗവാൻ ധരിച്ച മഞ്ഞപ്പട്ട് അത് നാളെ ഉദ്ധവന് ധരിക്കാനുള്ളതാണ്. അങ്ങനെ അവർ കാണുകയാണ്. ആ ഉദ്ധവനാണ് ദാ ഭഗവാന്റെ പരമഭക്തനായ വിതുര മഹാശയനെ കണ്ടുമുട്ടുമ്പം അഹോ ആരെ കൊണ്ടാ അത് പറയാൻ സാധിക്കുക? അവര് ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം, അവരങ്ങനെ ആലിംഗനത്തിൽ മുഴുകി നിന്നു എന്നാണ്. എത്ര കാലായി പിരിഞ്ഞു പോയിട്ട്. അഹോ അവർക്ക് ഒന്നും ചോദിക്കാനില്ല. സുഖാണോ എന്ന് ചോദിച്ചിട്ടില്ല. ഉദ്ധവൻ ചോദിച്ചില്ല, വിതുരനും ചോദിച്ചില്ല. സുഖാണോ എന്ന് ചോദിക്കണതിന് മുമ്പ് ഒരു വാക്കടർന്ന് വീണു. അവർ ചോദിച്ചെന്താ അറിയോ? ആ ഉദ്ധവ മഹാശയൻ വിതുരൻ എന്ന മഹാത്മാവ്, അതിലെ വിതുര മഹാശയനാണല്ലോ വാനപ്രസ്ഥത്തിൽ പോയിരുന്നത്. ആ വിതുരൻ ഉദ്ധവനോട് ചോദിച്ചു, കൃഷ്ണന് സുഖാണോ? ആലോചിച്ചോക്കണം. നമ്മൾ ഈ സത്രമൊക്കെ കഴിയുമ്പം ആരെങ്കിലും ഈ ഭാഗവതത്തെക്കുറിച്ച് പരസ്പരം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഭഗവാനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? കൃഷ്ണന് സുഖാണോ എന്നാ ചോദിച്ചത്. കൃഷ്ണൻ എന്ന വാക്ക് പറയാനാവാതെ ഗദ്ഗദാക്ഷരനായി നിന്നുപോയി ആ മഹാത്മാവ്. കൃഷ്ണൻ എന്ന് കേട്ടപ്പോഴേക്കും കണ്ണ് നിറഞ്ഞങ്ങോട്ട് ഒഴുകി. പിന്നെ ലോകോപകാരാർത്ഥം ഓരോന്ന് ചോദിച്ചു. സാത്യകി സുഖായിരിക്കണോ? കൃതവർമാവ് സുഖായിരിക്കണോ? സാമ്പന് സുഖാണോ? ഭഗവാന്റെ ശൈവപ്രേമം കൊണ്ട് തൻ്റെ കുട്ടിക്കിട്ട പേരാണ്. കൃഷ്ണനെ പോലൊരു ശൈവൻ ആരാണുള്ളത്? മഹാദേവന്റെ പരമഭക്തനാണ് കൃഷ്ണൻ. മധുരയൊക്കെ ഉണ്ടാക്കിയത് ആ ഉത്തര മധുരയുടെ പ്രാന്തായിട്ട് ഭഗവാന് രുക്മിണിയിലുണ്ടായ മകളെ മധുരയ്ക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. സംഘകാല കൃതികളിൽ കാണാം. ആ പ്രേമം, മഹാദേവനോടുള്ള പ്രേമം മൂത്തിട്ട് ഭഗവാൻ സ്വന്തം മകന് സാമ്പൻ എന്ന് പേരിട്ടു. ആലോചിച്ച് നോക്കണം. ആ സാമ്പന് സുഖാണോ? രുക്മിണി ദേവിക്കും സത്യഭാമയ്ക്കും സുഖാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോവാണ് ഉദ്ധവൻ. കാരണം എന്താ? ഈ ചോദ്യത്തിൽ ചോദിക്കുന്ന ഒരാൾ പോലും ഇപ്പൊ ജീവിച്ചിരിക്കണില്ല. ആരെ കൊണ്ടാ പറയാൻ സാധിക്കുക? ഗുരുവായൂരപ്പൻ നമ്മളൊക്കെ വിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ വിട്ടു പോയ കഥ ഉണ്ട്. നമ്മളതും മനസ്സിലാക്കേണ്ടതാ. ടിപ്പുവിന്റെ പടയോട്ട കാല സമയത്ത് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരിന് തൊട്ട് മുമ്പ് പട വന്നു എന്നറിഞ്ഞ സമയത്ത് അഹോ ആ മല്ലുശ്ശേരി തിരുമേനിയുടെ മഹിമ നമ്മൾ ആലോചിക്കണ്ടേ. ബാക്കി എല്ലാവരും തനിക്കുള്ളത് തൻ്റേതെന്ന് പറഞ്ഞിട്ട് എടുത്തോട്ട് പോയപ്പം ആ പാവം മല്ലുശ്ശേരി തിരുമേനി എടുത്തുകൊണ്ട് പോയത് ഗുരുവായൂരപ്പനെയായിരുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ തടമ്പ്, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകത്തൊരിക്കലും ഇല്ലാത്തൊരു വിഗ്രഹമാണ്. എങ്ങനെ അതുണ്ടായെന്ന് വെച്ചാൽ പാതാളാഞ്ജന ശില എന്ന് അതിന് പറയുക. ഉൽക്ക ആകാശത്തുനിന്ന് ഘർഷണം കൊണ്ട് താഴേക്ക് വീഴുന്നതിന് മുമ്പ് കത്തിത്തീരാത്ത ശിലയാണ് പാതാളാഞ്ജന ശില. അത് ഭഗവാൻ സാക്ഷാൽ ഭഗവാന്റെ അച്ഛൻ ഉപാസിച്ച വിഗ്രഹമാണത്. അങ്ങനെ അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ, കേരളത്തിലുണ്ട്. ഇപ്പോൾ രുക്മിണി ദേവി അങ്ങനെ ഒരു വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടെന്നാ പറയുക. ഈ കർഹിച്ചിത്ത അധ്യായത്തിൽ അതിൻ്റെ അലവുലികൾ കാണാം. ഭഗവാൻ കുന്തി ദേവിക്ക് മാത്രം കാണിച്ചു കൊടുത്തൊരു രംഗമുണ്ട്. അത് കുന്തി മാതാവ് പറയുന്നുണ്ട്. ഗോപ്യാദതേ ത്വയി കൃതാഗസിതാമതാവല്യാതേദശാസ്ത്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാസ്തിദസ്യ സാമാം വിമോഹയതി ഭീയപിയത് ബിഭേദി. ഭഗവാൻ
കുട്ടിക്കാലത്ത് ആ ഉരല് വലിച്ചുകൊണ്ട് പോയ സമയത്ത് അമ്മയുടെ അടി ഒക്കെ കിട്ടണ ആ സമയത്ത് പേടിച്ചിട്ട് കൺമഷിയൊക്കെ പടർത്തി കരഞ്ഞുകൊണ്ട് എന്നാ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദേഷ്യമുണ്ട്, എന്നാ സങ്കടം ഉണ്ടോ, അങ്ങനൊരു ഭാവം കാണിച്ചിട്ടുണ്ട്. അത് കുന്തി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അത് രുക്മിണീ ദേവി ചോദിച്ചു എന്നാണ് കല്യാണം കഴിഞ്ഞപ്പം, ഭഗവാനെ അങ്ങനൊരു ഭാവം ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് അതെനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നാണ്, എൻ്റെ രുക്മിണി, ഞാൻ ഇത്ര വയസ്സൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ആ കുട്ടിക്കാലത്ത് കാണിച്ച ആ ഭാവം എങ്ങനെയാ കാണിക്കുക? രുക്മിണീ ദേവി പറഞ്ഞു, ഇല്ലേ അത് പറ്റില്ല, എനിക്ക് കണ്ടേ മതിയാവും. പെട്ടെന്ന് ഭഗവാൻ ആ രൂപങ്ങൾ പറ്റി, നടോ നാട്യധരോ യഥാ. ഭഗവാന് പറ്റാത്ത എന്താ ഉള്ളത് ഇവിടെ? ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു. ആ ഭാവം കണ്ട് രുക്മിണീ ദേവി അങ്ങോട്ട് പടഞ്ഞ് താഴെ വീണു. ബോധം വന്നപ്പോൾ രുക്മിണീ ദേവി പറഞ്ഞു എന്നാണ്, ഈ രൂപത്തിൽ നിൽക്കണ ഒരു വിഗ്രഹം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ദ്വാരകയിലെ ഏറ്റവും നല്ല ശില്പി അത് ഉണ്ടാക്കി. ആ വിഗ്രഹം കടലെടുത്ത് പോയില്ല. ആ വിഗ്രഹമാണ് ഉടുപ്പിയിലിരിക്കുന്ന കൃഷ്ണൻ. എത്ര ഉടുത്ത് കെട്ടിയാലും മതിയാവാത്ത ആ കൃഷ്ണൻ രുക്മിണി ആരാധിച്ച വിഗ്രഹമാണ്. സത്യഭാമ ആരാധിച്ച വിഗ്രഹമാണ് കണ്ണൂര് കടലായി കൃഷ്ണൻ്റെത്. സാത്യകി ആരാധിച്ച വിഗ്രഹമാണ് ഭാഗവത സത്ര ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ സത്രങ്ങളിൽ ഒന്നായിട്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സത്രം മറക്കാനാവാത്ത സത്രമാണ്. ആ സത്രത്തിൻ്റെ ഓർമ്മകളൊക്കെ അപാരമായിട്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട്. ആ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇരിക്കണ ആരാണ്? സാത്യകി ആരാധിച്ച വിഗ്രഹമാണ്. നമ്മളിത് മറന്നു പോകരുത്. അത്ര മഹിമാവർന്ന ഭഗവാൻ, സാക്ഷാൽ ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വാസുദേവര് ഉപാസിച്ച വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം. അതിന് പകരമൊന്നുമില്ല. ആ വിഗ്രഹം എടുത്തുകൊണ്ട് തടമ്പും ആ വലിയ വിഗ്രഹമായിട്ട് വലിശ്ശേരി തിരുമേനി നടന്നു എന്നാണ്. ആലോചിച്ചോക്കണം. അവിടുന്ന് നടന്ന് നമ്മുടെ നാട്ടിലെത്തിയത്. നമ്മൾ രോമാഞ്ചപ്പെടേണ്ട, ഈ കഥ മനസ്സിലാക്കണ്ട. നമ്മൾ അമ്പലപ്പുഴ ആ കച്ചേരിമുക്കിൽ എത്തിയ സമയത്ത് എടുത്തിരുന്ന വിഗ്രഹത്തിൻ്റെ ഭാരം കുറഞ്ഞു പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇരിക്കാനാണ് താല്പര്യം. കാരണം എന്താ, ഗുരുവായൂരപ്പൻ ആരാ? പാൽപ്പായസം നല്ലോണം കിട്ടണ സ്ഥലത്തെത്തിയപ്പോൾ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് നിന്നു. അവിടെ അറിയിച്ചു. അപ്പം പറഞ്ഞു, തടമ്പ് ഇവിടെ വെക്കാന്ന് പറഞ്ഞു. വലിയ പാതാളാഞ്ജനശില എന്ത് ചെയ്യും? അതിന് ക്ഷേത്ര സംസ്കാരത്തിൽ അങ്ങനെ ശാസ്ത്രവിധിയില്ല. തിരുമേനി നിരാശനായില്ല. പുറകിലേക്ക് പോയി ആ കായലിൻ്റെ ഭാഗത്തേക്ക് ആ സന്ധ്യാസമയത്ത് ആ വയോവൃദ്ധനായ മനുഷ്യൻ ചെന്നിട്ട് ആ പാതാളാഞ്ജനശില കൊണ്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പനെ, വിഗ്രഹം എന്നല്ല നമ്മൾ പറയേണ്ടത്, ആ ഗുരുവായൂരപ്പനെ ആ കായലിൽ അങ്ങോട്ട് നിക്ഷേപിച്ചു. 3 ദിവസം ഉണ്ണാതെ ഉറങ്ങാതെ അദ്ദേഹം അവിടെ ഇരുന്നു. കാരണം ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് അറിയണം. അവരുടെയൊക്കെ പ്രജ്ഞ ആലോചിച്ച് നോക്കൂ. ഗുരുവായൂരപ്പനുള്ള പ്രേമം. അവിടുന്ന് അദ്ദേഹം, ആ വൃദ്ധൻ മല്ലിശ്ശേരി തിരുമേനി നടന്ന് പത്മനാഭന്റെ മണ്ണിൽ ചെന്ന് അവിടെ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. അദ്ദേഹം അങ്ങോട്ട് സമാധിയായി. ടിപ്പുവിന്റെ പടയോട്ടൊക്കെ കഴിഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയി. ഗുരുവായൂരമ്പലം കാടും പടലും കയറി കിടക്കണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നാരായണ? അപ്പം ആളുകളൊക്കെ തിരിച്ചു വന്നപ്പോൾ തെരയലായി. മമ്മി ഒരു ഉണ്ണിപ്പണിക്കരെ വരുത്തി. അദ്ദേഹമാണ് പ്രാശ്നികൻ. ആ പ്രശ്നചാർത്ത് നമ്മളൊന്ന് കാണേണ്ടതാണ്. ഗുരുവായൂർ ഡോക്യുമെന്റേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെന്നാൽ നമുക്കൊക്കെ വായിക്കാം. ഉണ്ണിപ്പണിക്കർ എഴുതി വെച്ചിട്ടുണ്ട്, പാൽപ്പായസം മുഖ്യമാണ്. പാൽപ്പായസം മുഖ്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഗുരുവായൂരപ്പൻ വളരെ സന്തോഷവാനായിട്ട് കഴിയുന്നുണ്ടെന്ന് ഉണ്ണിപ്പണിക്കർ എഴുതി വെച്ചു. അപ്പം ആളുകൾക്ക് മനസ്സിലായി ഇവിടേക്ക് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്നു. അപ്പൊ തടമ്പുണ്ട്, വിഗ്രഹം എവിടെയാണ് അപ്പോഴും അറിയില്ല. അങ്ങനെ വീണ്ടും പ്രശ്നം വെച്ചു. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ പിന്നാമ്പുറത്തുള്ള കായലില് പൂവരശും ആഞ്ഞിലിയും എലന്തയും ഒക്കെ ചേരുന്ന ഭാഗം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, മല്ലിശ്ശേരി ഇല്ലത്തുനിന്ന് ഒരാൾ തന്നെ അവിടെ വരണം, പത്മട്ട് പൂജ കഴിക്കണം. പൂജ കഴിച്ച് കഴിയുമ്പം ഖണ്ഡാനാദം നേദ്യസ്ഥാനത്ത് മുഴക്കണ സമയത്ത് ആകാശത്ത് വട്ടമിട്ടുകൊണ്ട് 3 പ്രാവശ്യം പരുന്ത് പറക്കും. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊയ്ക്കഥകളല്ല, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള രേഖകളാണ്. അത് കഴിയുമ്പം 5 തലയുള്ളൊരു സർപ്പം ഈ പരുന്ത് പോയതിനു ശേഷം വരും. അതെല്ലാ ദിക്കിലേക്കും തല ചുഴറ്റി നോക്കും. എന്നിട്ട് അത് താഴേക്ക് ഊളിയിട്ട് പോവും. അവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഗുരുവായൂരപ്പൻ അവിടെ ജലശായെ കണ്ടു. ഇവരിവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. മല്ലിശ്ശേരി തിരുമേനി പൂജ കഴിച്ചു. ഖണ്ഡാനാദം മുഴക്കിയപ്പോൾ ഗംഭീര സ്വരൂപനായ സാക്ഷാൽ ഗരുഡൻ വന്നു, ചിറകടിച്ചു, ആകാശത്ത് പറന്നു, ജലത്തെ ചുംബിച്ച് ആകാശത്തേക്ക് തന്നെ തിരിച്ചുപോയി. അത് കഴിഞ്ഞ 5 തലയുള്ള സർപ്പം പുറത്തേക്ക് വന്നു. അത് നാവിട്ട് പുറത്തേക്കും അകത്തേക്കും ഒക്കെ ചുഴറ്റി നോക്കിയെന്നാണ്.
മല്ലശ്ശേരി തിരുമേനി ആനന്ദം കൊണ്ട് സ്തംഭിച്ചിരുന്നു. പക്ഷേ ആഹ്ലാദം കൊണ്ട് നിറകണ്ണുകളോടുകൂടി ഗുരുവായൂരപ്പനെ ലഭിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കിയപ്പോൾ മല്ലശ്ശേരി തിരുമേനി ഞെട്ടി. കാരണം ആരും ഉണ്ടായിരുന്നില്ല കൂടെ വന്നവര്. ഈ മഹാസർപ്പത്തെ കണ്ടവരൊക്കെ ഭയന്ന് ഓടിക്കളഞ്ഞു. തിരുമേനി ഒറ്റയ്ക്ക്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു. ആ വൃദ്ധനായ തിരുമേനി അവിടെ ഇരുന്ന് ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് ധ്യാനിച്ച് സഹസ്രനാമർച്ചന ഏകാന്തനായിക്കൊണ്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പം അമ്പലപ്പുഴയിലെ 2 കരുമാടിക്കുട്ടന്മാര് ആ പാത്രം ഒക്കെ കഴുകണ ജോലി ചെയ്യണ കുട്ടികളാന്നാ പറയാ. അവരിങ്ങനെ ഒരു വലിയ മുളം വടിയെടുത്തിട്ട് അതിൽ 2 വാർപ്പ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവർ ചോദിച്ചു, തിരുമേനി എന്താ ഇവിടെ ഇരിക്കണേ? ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഇവിടെ. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അവര് പറഞ്ഞു, പേടിക്കണം എന്തിനാ, ഞങ്ങളില്ലേ, ഞങ്ങൾക്ക് ഈ കായലൊക്കെ പരിചയമുള്ളതാണ്, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവരാ കായലിലേക്ക് ഈ മുളവടിയും അവർ കൊണ്ടുവന്ന വാർപ്പിൽ തന്നെ അവർ ഇരുന്നിട്ട് അങ്ങോട്ട് പോയി. അവസാനം ഈ വടി ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ കുത്തി കുത്തി വന്നപ്പോൾ ഒരു സ്ഥലത്ത് കുത്തിയപ്പോൾ ചിലും എന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് അവിടെ ഉണ്ട്, ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട്. അവർ നേരെ താഴേക്ക് ആ മുളവടി കൂടെ തന്നെ അങ്ങോട്ട് പോയി ആ ഭഗവാനെ മറവോട് അണച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ടായി. ഈ മുളവടി ഇങ്ങനെ ഇടിച്ച സമയത്ത് ഭഗവാന്റെ കൈയുടെ ആ ഭാഗം ചെറുതായിട്ടൊന്ന് പോയി. ഗുരുവായൂരപ്പന്റെ സൂത്രാണ് ഇതൊക്കെ. ആ ഭാഗം തൊട്ട് ഇപ്പോഴും നമ്മൾ കാണാം, ഗുരുവായൂർ ചെന്നാൽ കാണാം, സൂക്ഷിച്ചു നോക്കിയാൽ ആ ഭാഗം മുഴുവൻ സ്വർണത്തിലാ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണതേ. അപ്പോൾ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് വിചാരിച്ചു, എന്നാ വെണ്ണ കഴിക്കണ കൈ സ്വർണത്തിൽ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആ വിഗ്രഹം അന്ന് കൊണ്ടുപോയ സമയത്ത് ഈ മാവേലിക്കരയിൽ ഒരു ദിവസം സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്ഥലമൊക്കെ ഒന്നിനും കൊള്ളാതെ, നമ്മുടെ ഹിന്ദുക്കളുടെയൊക്കെ കൊള്ളരുതായ്മ എന്നല്ലാണ്ട് എന്താ പറയുക, അവിടെയൊക്കെ ഇപ്പം കാട് പിടിച്ച് കിടക്ക ആർക്കും വേണ്ട. അത് ഗുരുവായൂരപ്പനെ സൂക്ഷിച്ചിരുന്ന ആ സ്ഥലം അമ്പലപ്പുഴ മാത്രം അതിൻ്റെ സ്മരണയുമായിട്ട് ഇപ്പോഴും നിൽക്കണം. ഗുരുവായൂരപ്പനെ രാപ്പാർപ്പിക്കാൻ അമ്പലപ്പുഴയിലുള്ള ആ കൃഷ്ണൻ, കുസൃതിയായ കൃഷ്ണനാണ് അമ്പലപ്പുഴ കൃഷ്ണൻ. ആ മഹാകുസൃതിയായ കൃഷ്ണൻ ഗുരുവായൂരപ്പനെ വായർ തന്നെയാണ്. ആ ഗുരുവായൂരപ്പനെ, പൊന്നു ഗുരുവായൂരപ്പനെ ഒന്നും പറ്റാണ്ട് അമ്പലപ്പുഴ കൃഷ്ണൻ നോക്കിയ നാളുകളുടെ വശ്യത നമുക്ക് ആലോചിക്കാൻ പറ്റും. ആ ഭഗവാന്മാർ തമ്മിലുള്ള ഹൃദയംഗമമായ ആ മനോഹാരിത. അതാ പറഞ്ഞത്, ഗുരുവായൂരപ്പൻ നമ്മളെ വിട്ട് എവിടേക്ക് പോകാൻ പറ്റും? ആ മഹാപ്രേമസാഗരത്തില് നമ്മൾ അലിങ്ങില്ലാണ്ടാവാനേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ എവിടെയും വിദുര മഹാശയൻ ഒരിക്കലും ഉദ്ധവന്റെ നാവിൽ നിന്ന് കേട്ടിട്ടില്ല ഭഗവാൻ സ്വധാമത്തിലേക്ക്. അത് മാത്രം പറഞ്ഞില്ല. ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. മറ്റൊരാൾക്ക് വിഷമുണ്ടാവുന്ന ഒരക്ഷരം അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല. നമ്മളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ഞാനും നിങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ദാസന്മാര് മാത്രമാണ്. അല്ലാണ്ട് എന്താണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? കൈ തൊഴുതുകൊണ്ട് ഗുരുവായൂരപ്പ അഹങ്കാരം ഇല്ലാണ്ടാവണേ, ഗുരുവായൂരപ്പ അവിടുന്ന് സന്തോഷിക്കണേന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇതിൽ ചേർത്തില്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ഈ ജീവനെ ഗുരുവായൂരപ്പൻ ആ ഭക്തി സാമ്രാജ്യത്തിൽ ഇങ്ങോട്ട് കൊണ്ട് ചേർത്തില്ലേ? അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ആ വിദുര മഹാശയൻ പറഞ്ഞില്ല, ഉദ്ധവനോട് തുടർ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. കാരണം എന്താ, ആ ഉദ്ധവൻ പറഞ്ഞു കൊടുത്തു, വിദുരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങ് നേരത്തെ നമ്മുടെ ടീച്ചർ പറഞ്ഞ മാതിരി ഹരിദ്വാറിലേക്ക് പോവാ, അവിടെ മൈത്രയൻ അങ്ങേ കാത്തിരിക്കുന്നുണ്ട്. ഭഗവത് ഉദ്ധവ സംവാദത്തിന് സാക്ഷിയായ ആളാണ് സാക്ഷാൽ മൈത്രയൻ. അപ്പോൾ അങ്ങക്ക് വേണ്ടതൊക്കെ അവിടുന്ന് തരും എന്ന് പറഞ്ഞു. ഇതാണ് വിദുരന്റെ സ്വഭാവം. അതായത് ധർമ്മം എന്താണോ അതാണ് വിദുരന്റെ സ്വരൂപം. കാരണം വിദുരനേക്കാളും ഭക്തി വിദുരപത്നിക്കാണോ എന്നൊക്കെ ചിലർ സംശയിക്കും. ആ സംശയം അസ്ഥാനത്തല്ല. കാരണം എന്താ, ഹസ്തനപുരത്തിൽ ഒരിക്കലും ഭഗവാൻ ദൂത് വരണ സമയം തൊട്ട് തുടങ്ങിയതാണ് വിദുരനും ഭഗവാനും തമ്മിലുള്ള അപാരമായ ബന്ധം. ഹസ്തനപുരത്തിൽ ദൂത് വന്നു, ഭഗവാന് രാത്രിയിൽ എവിടെങ്കിലും ഒന്ന് കിടക്കണം. ദുര്യോധനാദികൾ മുഴുവനും വിളിച്ചു, കൃഷ്ണനെ വിളിക്കുന്നുണ്ട്, ഭഗവാനെ ഇവിടേക്ക് വരൂ, ഇവിടെ കിടക്കാം. അപ്പൊ ഭഗവാൻ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ആരുടെ വീടാ ദുര്യോധന? അപ്പൊ ദുര്യോധന പറയും, എൻ്റെ വീടാ. എൻ്റെ പറഞ്ഞ സ്ഥലത്തേക്കൊന്നും ഭഗവാൻ നോക്കിയത് പോലുമില്ല. അസ്തമന സൂര്യന്റെ ചെങ്കതിരുകൾ പാളി വീണ ആ സായാഹ്നത്തില് മഞ്ഞ് പോലെ വെളുത്ത താടിയും മുടിയുമായിട്ടൊരു വൃദ്ധൻ നിന്നു. വിദുരൻ പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചു, കൃഷ്ണ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, സൗകര്യമൊക്കെ കുറവാണ്,
പക്ഷെ അതാ അവിടുത്തെ വീടാണ്. ഇപ്പം അവിടെ കഴിയണത് ഈ ഉള്ളവൻ്റെ ധർമ്മപത്നിയുമാണ്. ഒരു മരപ്പാവയെ പോലെ ഭഗവാൻ, അനാഥനാഥനായ ദിനബന്ധുവായ ഭഗവാൻ ആ വീട്ടിൽ അന്തി ഉറങ്ങി. വിതുര മഹാശയൻ അത്രയ്ക്ക് ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് തൃതീയം തുടങ്ങിയപ്പോൾ വിതുര മഹാശയന്റെ വീടിന്റെ പേരെന്താ പറഞ്ഞത്? ഋദ്ധിമത് എന്നാ പറഞ്ഞത്. ഐശ്വര്യ സമൃദ്ധമായത്. അതിനേക്കാൾ ഐശ്വര്യം എവിടെ ഉണ്ടാവുക? എവിടെങ്കിലും ഉണ്ടാവും? ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ വിതുര മഹാശയന്റെ മുൻപിലാണ് ഉദ്ധവൻ പെട്ടഞ്ഞു പോയിട്ടുണ്ടാവുക. കാരണം എന്താ? ആ ഭഗവാന്റെ പാതുകകള് ഉദ്ധവന്റെ ശിരസിലിരിക്കുന്ന ബദരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എത്രയോ ദിവസക്കാലം ആ കുടലിൽ കിടക്കുമ്പം ഭഗവാൻ ആ വിതുരനോട് പറഞ്ഞിട്ടുണ്ട്, വിതുര, ഞാൻ നടന്ന് ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ, നീ എൻ്റെ പാദങ്ങളൊന്ന് തഴുകിക്കോളൂ. ഭഗവാൻ ഭക്തന് കൊടുക്കണ മഹാനുഗ്രഹം. എത്രയോ എത്രയോ ദിവസങ്ങള് ആ വിതുര മഹാശയന പാദങ്ങൾ തഴുകി തലോടിയിട്ടുണ്ട്. അത് ഉദ്ധവൻ അറിയാം ധർമ്മത്തിന്റെ ആൾ രൂപമാണെന്നുള്ളത്. ആ വിതുരപത്നിയോ ഒരു ദിവസം ഭഗവത് പൂജാ നിരതയായിട്ടിരിക്കുന്ന സമയത്ത് ആ ധ്യാനം അങ്ങോട്ട് മുറിഞ്ഞു. ഇന്ദ്രിയങ്ങൾക്ക് തീക്ഷ്ണമായ ഏതെങ്കിലും ഒരു ചായ്വ് ഉണ്ടാകുമ്പോഴാണ് ധ്യാനം മുറിഞ്ഞു പോവുക. ധ്യാനം അങ്ങോട്ട് മുറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തുളസിയുടെ ഗന്ധമാണ് മൂക്കിലേക്ക് വന്നതെന്ന് മനസ്സിലായി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സർവാലങ്കാര വിഭൂഷിത ഗാത്രനായിക്കൊണ്ട് ഭഗവാൻ ഹസ്തനത്തിൽ വന്ന സമയത്ത് വിതുരപത്നിയുടെ ആ പഴക്കുടലിൽ വന്ന് നിൽക്കുകയാണ്. തന്നെ മറന്ന്, എല്ലാം മറന്ന് ആ വിതുരപത്നി ഭഗവാനെ കൈ അങ്ങനെ പിടിച്ചിട്ട് ആ ചൊരിമണലിൽ വേറെ അവിടെ ഇരുത്താനൊന്നുമില്ല, അവിടെ അങ്ങനെ കൊണ്ടിരുത്തി. ഭഗവാന് കൊടുക്കാൻ എന്താ ഉള്ളത്? ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് വിതുര മഹാശയൻ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പടലപ്പഴം കണ്ടത്. പൂജയ്ക്ക് കൊണ്ടുവച്ചിരിക്കണതാണേ. അതങ്ങനെ ഇരിഞ്ഞു. ഓരോ പഴങ്ങൾ ഇങ്ങനെ ഇരിഞ്ഞിട്ട് ആ പഴത്തിന്റെ കാമ്പ് ഭഗവാന്റെ കയ്യുമ്പലേക്കും തോട് പുറത്തേക്കല്ലേ കളയേണ്ടത്. പക്ഷെ എല്ലാം മറന്നുപോയ വിതുരപത്നി ആ പഴത്തിന്റെ തോട് ഭഗവാന്റെ കയ്യുമ്പലേക്കും കാമ്പ് പുറത്തേക്കും കളഞ്ഞു. ഭഗവാൻ പറഞ്ഞില്ല, എന്താ ഈ കാട്ടണേ, എനിക്കിതല്ലേ തരേണ്ടതെന്ന് പറഞ്ഞില്ല. അതാണ് വാഴകുന്നൊക്കെ പാടിയത്. പെരിയെന്ന ചീരക്കറി അവലിവ ഭുജിപ്പാനായി ഊരുവിട്ടു ചുറ്റി വന്ന പരബ്രഹ്മമോ. ഭഗവാൻ കഴിച്ചതാണ് ആ വിതുരപത്നി കൊടുത്തിരിക്കുന്ന കുറച്ച് ചീരയുടെ ഇല. അപ്പൊ ഭഗവാൻ എന്താ വേണ്ടത് നമ്മുടെ കയ്യിൽ വന്ന്? നമ്മൾ പറയുകയാണ് ഭഗവാൻ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയാം. ഒന്നുമില്ല. ഭഗവാന് നമ്മളുടെ ഹൃദയ വേണ്ടത്. ഭഗവാന് വേണ്ടത് അതേ ഉള്ളൂ. അതാ നേരത്തെ പറഞ്ഞത്. ഭഗവാൻ ആരുടെ ബന്ധുവാണ്? ദീനശരണ്യനാണെന്നാ പറയുക ഭഗവാൻ. അതാണ് നമ്മള് ഈ വിതുരനെ പോലെ തന്നെ സത്യത്തിൽ ലോകത്ത് ഒരു അനാഥനേ ഉള്ളൂ കേട്ടോ. അതാരാ അത്? അത് മഹാദേവനാണ്. ലോകത്തൊറ്റ അനാഥനയുള്ളൂ. തന്ത്ര സംസ്കാരത്തില്, ശൈവ സംസ്കാരത്തില്, വ്യോമവ്യാപിൻ എന്നൊരു പൂജാ സമ്പ്രദായത്തില് മഹാദേവന് പൂജ കഴിക്കണ സമയത്ത് പീഠപൂജയിലെ 6ാമത്തെ മന്ത്രമാണ് ഓം അനാഥായ നമഃ. കാരണം മഹാദേവന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ അനാഥനെ സംരക്ഷിച്ച ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂരപ്പന്റെ സാക്ഷാൽ ഗുരുവായൂരമ്പലത്തിലെ ഏറ്റവും പ്രഗത്ഭമതിയായ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു. കോന്തിമേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് നമ്മൾ കാണുന്ന വിളക്കുമാടൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയാണ്. തൃപ്പൂണിത്തറ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഇവിടെ വേണമെന്നൊക്കെ കരുതിയിട്ടുണ്ടാക്കിയതാ. പക്ഷെ ആ കോന്തിമേനോനെയും ഭഗവാൻ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. ഭഗവാൻ ഒരു ഇഷ്ടമാണത്. കാരണം ഗുരുവായൂര് പണ്ട് അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു 40 കാലഘട്ടത്തിലൊക്കെ. അപ്പൊ ഈ കുട്ടികൾ അവിടെ അങ്ങനെ അലഞ്ഞു നടക്കും. അകത്ത് ഇവർക്ക് പ്രവേശനമില്ല. അന്ന് ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് അകത്തൂണ്, പുറത്ത് അങ്ങനെ ഇന്നത്തെ പോലെ പതിവില്ല. ഇതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക ചെയ്യുക. അവര് ചില ദിവസമൊക്കെ പട്ടിണിയായി പോകും. അവസാനം ഇവര് 3-4 ദിവസം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയോ? ഇവരാ മഞ്ചാടി ഇങ്ങനെ വാരണ. ശരിക്കും കടുക് വാരുക എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. വാതരോഗമുക്തിക്ക് കടുക് വാരണ നല്ലതാ. ഇന്ന് നമുക്ക് കാണാം മഞ്ചാടിയുടെ ഉള്ളിലെ കടുകുണ്ട്, കടുക് വാരലാണ്. അപ്പൊ അവിടെ ആരെങ്കിലും ഒക്കെ ഒരു കാൽക്കാശം ഇട്ട് കഴിഞ്ഞാൽ ഇവരവിടെ ചെന്നിട്ട് ഗുരുവായൂരപ്പനടുത്ത് കരഞ്ഞു പറയും, ഗുരുവായൂരപ്പ ഭക്ഷണമൊന്നും കഴിക്കാനുണ്ടായില്ല. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടേ, 6-7 കുട്ടികളുണ്ട്. അപ്പം മുതിർന്ന കുട്ടികൾ ചെന്നിട്ട് പറയും, ഞങ്ങളൊരു
ചെറിയ ഒരു കാൽക്കാശ് എടുത്തോട്ടെ, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. 3 ദിവസം പട്ടിണി കിടന്നിട്ടാണേ. എന്നിട്ട് ആ ഗുരുവായൂർ തൊട്ടടുത്തൊരു മൊയ്ലി മൂപ്പൻ്റെ കട ഉണ്ട് പഴയ കാലത്ത്. അവിടെ ചെന്ന് 4-5 പഴം വാങ്ങിക്കും. എന്നിട്ട് അത് കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം പഴം ഗുരുവായൂരപ്പനും കൊണ്ടുവയ്ക്കും. എന്നിട്ട് ബാക്കി ഇവർ കഴിക്കും. കോന്തിമേനോനോട് ആരോ പറഞ്ഞു കൊടുത്തു, അഡ്മിനിസ്ട്രേഷൻ പെർഫെക്റ്റ് ആയപ്പം ഇവിടുന്ന് എവിടെയോ ഒരു മോഷണം നടക്കേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് കണ്ണിൽ ഇത് പെട്ടു. അദ്ദേഹത്തിന് ക്ഷമിക്കാമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ കട്ടതല്ല, വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവിടുന്ന് എടുത്തതാണ്, ഞങ്ങൾ സമ്മതിക്കാം എന്നൊക്കെ പറഞ്ഞു. സമ്മതിച്ചില്ല, ശിക്ഷ വിധിച്ചു. ഉച്ചപൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ആ വെയിലത്ത് കൈ പുറകെ കെട്ടിയിട്ട് ഓടാൻ പറഞ്ഞു. അഹോ നാരായണ, കൈ പുറകെ കെട്ടിയിട്ട് ഓടിയാൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി തെറ്റിപ്പോവും, നമ്മൾ തലയടിച്ച് വീഴും. നട തുറക്കപ്പെട്ടില്ല. ഉച്ചപൂജയ്ക്ക് കയറിയിട്ട് മേശാന്തി ഇറങ്ങിയില്ല. അദ്ദേഹത്തിന് തോന്നി, ഗുരുവായൂരപ്പൻ പുറത്തേക്ക് പോയ പോലെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. അദ്ദേഹം കുറേ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ബോധമായിട്ട് പുറത്തേക്ക് വന്ന്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലാത്ത മാതിരി പുറത്തേക്ക് വന്നേ. കോന്തിമേനോൻ അപ്പോഴും വിചാരിച്ചില്ല ഇത് ഗുരുവായൂരപ്പൻ പറയണതാണ് ചെയ്യരുതെന്ന്. ആ ശിക്ഷ നടപ്പാക്കി. അങ്ങനെ ഇവർ ഓടാൻ തുടങ്ങി. ഓടി ശ്രീകോവിലിൻ്റെ ആ ഭാഗത്ത് കൊടിമരത്തിൻ്റെ അവിടെ എത്തിയപ്പം 7 കുട്ടികളാണ് ഓടി തുടങ്ങിയത്. പക്ഷെ അവസാനം ഒരു ചെറിയ പട്ടുകോണ കൊടുത്തൊരു ചെറിയൊരു ഉണ്ണി അവരുടെ പിന്നാലെ ഓടുക. പക്ഷെ കുട്ടികൾക്ക് ഒരാനന്ദം അങ്ങോട്ട് കയറി. കുറച്ച് കഴിഞ്ഞപ്പം അവർ ചാടാനും തുള്ളാനും ഒക്കെ തുടങ്ങി. ഗുരുവായൂരപ്പൻ ഓടി തുടങ്ങിയാൽ പിന്നെ ആർക്കാ സന്തോഷമില്ലാണ്ടിരിക്കുക. ഓട്ടം പകുതി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം കോന്തിമേനോന്റെ കണ്ണിൽ ഈ മരതക കട്ട പോലെ, നിലാവിൻ്റെ വള്ളി പോലെ ഓടുന്നൊരു ഗുരുവായൂരപ്പൻ്റെ ആ ഭാവം അങ്ങോട്ട് കണ്ടു. അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല എന്നാ പറയണേ. അദ്ദേഹം ഡയറിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ. ആ ഡയറി ഇപ്പോഴും, കോന്തിമേനോന്റെ ഡയറി ഇപ്പോഴും ഗുരുവായൂർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. അത് എഴുതി വെച്ചു, കണ്ണീരോടുകൂടി എഴുതിയത്, ഗുരുവായൂരപ്പ അവിടുത്തെ ചമ്മട്ടി കൊണ്ട് എന്നെ അടിക്കരുത്, ഞാൻ അക്ഷന്തവ്യമായ അപരാധമാണ് ചെയ്തത്. ഗുരുവായൂരപ്പൻ അവിടെ തളർന്നിരുന്നു പോയ കോന്തിമേനന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നാണ്, കോന്തിമേനെ അങ്ങ് മഹാനായ ഭരണാധികാരി ആയിരിക്കാം, പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും അങ്ങ് ചിന്തിച്ചിരുന്നോ? അവർക്ക് ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായിരുന്നോ? അവരെൻ്റെ മക്കളാണ്. അവരെൻ്റെ മുമ്പിൽ പട്ടിണി കിടക്കണമെന്ന് ഞാൻ കാണണോ? ആലോചിക്കണം. നമ്മൾ ഈ സത്രശാലയിലൊക്കെ എത്രയോ പണം കൊടുത്ത് എത്രയോ സുമനസ്സുകൾ അന്നം ദാനം ചെയ്യുമ്പം സുഹൃതികളായ നമ്മളൊക്കെ മനസ്സിലാക്കണം, അന്നം നിന്ദ്യാത്. അവസാനത്തെ ദിവസം ചോറ് ചീഞ്ഞ മണം മാരംകുളങ്ങരയിൽ ഉണ്ടാവരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കൽക്കട്ടയിലൊക്കെ ചെന്നാൽ കാണാം, രാത്രിയാകുമ്പം സ്വന്തം കുഞ്ഞുങ്ങളെ റോഡിലേക്ക് ഇറക്കി വിട്ട് ശരീരം വിൽക്കുന്ന അമ്മമാരുണ്ട്. ഒരിക്കലും കമാർപൊക്കൂറിൽ സാക്ഷാൽ ശ്രീരാമകൃഷ്ണദേവന്റെ വീട് കാണാൻ പോയ ഒരു ഓർമ്മ ഉണ്ട്. അന്ന് ആ തിളച്ച വെയിലിൽ ഇഴഞ്ഞൊരമ്മ വന്നിട്ട്, ഞാനിതിൻ്റെ ഗൈഡാന്നൊക്കെ പറഞ്ഞ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ എന്തൊക്കെയോ പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ ഒരു 100 റുപ്യ നമ്മൾ അഹങ്കാരത്തിൽ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തൊരു ഓർമ്മ ഉണ്ട്. അവരാ 100 രൂപയുടെ ഭാരത്തിൽ തളർന്നിരുന്നിട്ട് നമ്മളോട് ചോദിച്ചു, സാബ് ഒരു 100 രൂപ കൂടെ തരാവോന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അമ്മ ഇനി അമ്മയ്ക്ക് എന്തിനാണ് ഒരു 100 രൂപ? അപ്പം അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ 17 കൊല്ലമായി ഞാനൊരു സാരി വാങ്ങിയിട്ട്. 17 കൊല്ലം ഗുരുവായൂരപ്പൻ നമ്മളൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. വസ്ത്രമുണ്ട്, ധനുണ്ട്, കയറി കിടക്കാൻ പാർപ്പിടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇല്ലാത്തതിൻ്റെ പേര് പറഞ്ഞ് ഗുരുവായൂരപ്പനോട് നമ്മൾ ആവലാതി പറയുമ്പം നമ്മൾ ഓർത്തോളണം. അങ്ങനെയുള്ള സദസ്സുകളിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ അതാണ്. ഈ അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി അന്നം നിന്ദിക്കുമ്പം ഭഗവാനെ തന്നെയാണ് നമ്മൾ നിന്ദിക്കണേ. അതാ ഗുരുവായൂരപ്പൻ പറഞ്ഞത് കോന്തിമേനോട്, കുറച്ചന്നം കൊടുക്കാമായിരുന്നില്ല ആ കുട്ടികൾക്ക്, ഇങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നാണ്. ഇനി മേലാൽ എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തതിന് ശേഷം മതി എല്ലാം. ആ വ്യവസ്ഥ ആ കുട്ടികൾ അവിടെ ഉള്ള കാലം മുഴുവനും ഗുരുവായൂരപ്പനെ പോലൊരു അഡ്മിനിസ്ട്രേറ്റർ ലോകത്ത് എവിടെയുള്ളത്? ആ ദൃഷ്ടി ചെല്ലാത്ത,
ആ മഹാസാമ്രാജ്യത്തില് ഗുരുവായൂരപ്പന്റെ പ്രഭയാണ് ഈ കാണുന്നത് മുഴുവനും. സത്രരൂപത്തിൽ ഇവിടെ അവതരിച്ചാൽ ഇതിന്റെ ഇവിടെ എന്താ നടക്കേണ്ടതെന്ന് തീരുമാനിക്കണതൊക്കെ ഗുരുവായൂരപ്പനാണ്. നമുക്കൊന്നും, നമ്മൾ പരമഹംസന് പറഞ്ഞ മാതിരിയാണ്, അമ്മേ ഞാൻ യന്ത്രിയാണ് എന്ന ധാരണ എനിക്കുണ്ടെങ്കിൽ അത് അവിടുന്ന് തിരുത്തണം. ഞാൻ അവിടുത്തെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും യന്ത്രം മാത്രമാണ്. അവിടുന്നാണ് ഇത് തിരിക്കണത്. ആ ബോധം വിതുരനുണ്ടായിരുന്നു, ആ വിതുരപത്നിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിതുരനെ വ്യാസഭഗവാൻ ധർമ്മം എന്ന പേരില് വേണ്ടതുപോലെ ഭാഗവത്തിൽ ചിത്രീകരിച്ചത്. അടുത്തതാരാണ്? അർത്ഥത്തിന്റെ പ്രതീകമായ ധാർത്തരാഷ്ട്രൻ. ആ ധാർത്തരാഷ്ട്രൻ ഉണ്ടുറങ്ങി കഴിയാന്ന് മനസ്സിലായി വിതുര മഹാശയന്. ആ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് 36 വർഷക്കാലത്തെ ഭജനീയം സംഭ്രജനീയം വനസംവൃത്തൗതി വാനപ്രസ്ഥാന പാണിനി പറയണ മാതിരി തീർത്ഥാടനം കഴിഞ്ഞു വന്നപ്പം ധാർത്തരാഷ്ട്രൻ വിതുരനോട് പറയുന്നുണ്ട്, വിതുര ഇങ്ങനെ നടന്നോളൂ കേട്ടോ, ദാ എന്നെ കണ്ടു പഠിച്ചോളൂ, എന്തൊരു സുഖവിടെ. പാണ്ഡവന്മാർക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സുഖാണ്. ഉണ്ണണമെന്ന് വിചാരിക്കുമ്പോ ഭീമൻ ദാ ഉരുളങ്ങനെ ഉരുട്ടി വായിലേക്ക് വെച്ച് ഇറക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സുഖവർത്താനങ്ങൾ പറഞ്ഞപ്പം എന്നിട്ട് പറയുന്നുണ്ട്, കുളിക്കണമെന്ന് തോന്നിയ ഭീമൻ ഇങ്ങനെ വെള്ളത്തിലിടുക, എടുക്കുക, മുക്കുക, എടുക്കുക, മുക്കുക, എന്തൊരു സുഖമാണ് ഇവിടെ. അപ്പോഴാണ് സാക്ഷാൽ വിതുരൻ പൊട്ടിത്തെറിച്ചത്. വിതുര മഹാശയന് മുഖം നോക്കാതെ വർത്താനം പറയുന്ന സ്വഭാവമുണ്ട്. ഭക്തന്മാർക്ക് ആരെയും പേടിയൊന്നുമില്ല, അവര് മുഖം നോക്കാതെ സംസാരിക്കുക. അങ്ങനെയുള്ളവരെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. വിതുര മഹാശയനെ മഹാത്മാക്കൾക്കൊക്കെ വലിയ പ്രേമാണ്. വിതുര മഹാശയൻ പൊട്ടിത്തെറിച്ചിട്ടാ പ്രാതാവാണെന്ന് നോക്കിയില്ല. എന്താ പറഞ്ഞത്? വ്യാസഭഗവാന്റെ ചാട്ടുളി പോലത്തെ പ്രയോഗമാണ്. അഹോ മഹീയസീ ചന്തോർ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തേ ഗൃഹപാലവൽ. ഇവിടെ ഒന്നാണുണ്ടോ വൃദ്ധ, ഇത്ര കാലായില്ലേ, കണ്ണ് കാണാതായി, ഗൃഹപാലനെ പോലെ. ഗൃഹപാലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? തെരുവിൽ സഞ്ചരിക്കുന്ന നായയെ പോലെ. ഇങ്ങനെ ഈ പാണ്ഡവ പട്ടകുടീരത്തില് ഇങ്ങനെ ജീവിക്കണോ താൻ? എടോ, തനിക്ക് ഓർമ്മ ഉണ്ടാവും, സഞ്ജയൻ പറഞ്ഞു കേട്ടിട്ട് തൻ്റെ പൊന്നോമന പുത്രന്മാര് താനും തൻ്റെ മക്കളും കൂടെ. എടോ, ഞാൻ തന്നോട് പറഞ്ഞത് എന്തായി? കാരണം ഈ ധാർത്തരാഷ്ട്രൻ ഒരു കാപട്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞവനും കൂടിയാണ്. വിതുരനെ കാണുമ്പോൾ പണ്ട് ഹസ്തനത്തിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, വിതുര ഈ കൗരവന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, നീ കുറച്ച് ധർമ്മോപദേശം ചെയ്യേ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ ഈ വിതുര മഹാശയൻ ധർമ്മോപദേശം ചെയ്യുമ്പം ധാർത്തരാഷ്ട്രൻ ഇരുന്ന് ഉറങ്ങും. അപ്പം ഇടയ്ക്ക് തട്ടും, എന്നിട്ട് പറയും, എടോ തനിക്കിത് പറഞ്ഞിട്ടുള്ളതല്ല, പിന്നെ തനിക്കും തൻ്റെ മക്കൾക്കും രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത് എന്താണ്? തൻ്റെ മൂത്ത മകനായ ദുര്യോധനനെ താൻ നാട് കടത്ത്, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടും. അപ്പോ എല്ലാ ലോകത്തിലെ അച്ഛനും അമ്മയും പറഞ്ഞൊരു വാചകം ധാർത്തരാഷ്ട്രൻ ഇരുന്ന് പറയും, എന്ത് ചെയ്യാനോടോ, എൻ്റെ മകനായി പോയില്ലേ. താനിതും പറഞ്ഞിരുന്നു. എവിടം വരെ എത്തി? ആ കൊച്ചു പാണ്ഡവന്മാരെ ആദ്യകാലം തൊട്ട് നരവേട്ട നടത്തി ആ മൃഗതൃഷ്ണയിൽ പെട്ടുപോയിരിക്കുന്ന മൃഗീയമായിരിക്കുന്ന ഹിംസാത്മക വേട്ടയാടലുകളിൽ പെട്ട് ആ പാണ്ഡവന്മാർ ചതഞ്ഞരഞ്ഞ യാമങ്ങളിൽ താനും തൻ്റെ മക്കളും ചിരിച്ചു. എന്തെല്ലാം വേട്ടയാടലുകൾ കഴിഞ്ഞു. അരക്കില്ലത്തില് താൻ അവരെ ചുട്ടുകൊല്ലാൻ നോക്കി. ഭീമനെ കല്ല് കെട്ടിയിട്ട് താഴ്ത്തി. വരുണലോകത്ത് പോയ ഭീമൻ 1000 കുടം വിഷം സ്വയം പാനം ചെയ്തതല്ല, വരുണം കൊടുത്തിട്ടാണ് ആ ശക്തനായിട്ട് തിരിച്ചു വന്നത്. ഇവിടെ തനിക്ക് ഓർമ്മ ഉണ്ടോ? സഞ്ജയൻ പറഞ്ഞു കേട്ടില്ലേ, ആ അഭിശപ്തമായൊരു ദിവസത്തില് ദ്രൗപദിയുടെ ആ വല്ലാത്തൊരു ഭാവം മുടിക്കെട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചപ്പം ദുശാസനനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭീമൻ പറഞ്ഞൊരു പ്രതിജ്ഞ ഉണ്ട്, 100 കൗരവന്മാരെ ഞാൻ ഒറ്റയ്ക്ക് കൊല്ലുന്നതാണ്. മഹാഭാരതം വായിച്ചറിയാം. ചില്ലറ പേരെ മാത്രമേ ബാക്കിയുള്ളവർക്ക് കിട്ടിയുള്ളൂ. 100 പേരെ ഭീമൻ ഒറ്റയ്ക്കാണ് തച്ചു കൊന്നത്. ഒരു തൻ്റെ പൊന്നോമന പുത്രന്മാരുടെ തുട തകർത്തും കുടൽമാലകൾ വാരി ആരാധന ചെയ്തും ഒരു കാലപക്ഷിയെ പോലെ മിന്നൽ പിണറായി സംഹാര താണ്ഡവം ആടിയ ആ ഭീമൻ ഏതൊരു കൈകൊണ്ടാണോ തൻ്റെ മക്കളുടെ ചോര വാരി ആരാധിച്ചത്, ആ കൈകൊണ്ടാണോ വൃദ്ധ തനിക്കിപ്പോ ചോറ് തരണത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, തനിക്ക് ചോറ് തരേണ്ട ഗതികൊണ്ടൊന്നും ഭീമനില്ലേ. പിന്നെ എന്താണ്? മരിച്ചുപോയ സഹോദരന്മാർക്ക് ബലിയിടാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളൊക്കെ ബലിയിടാറുണ്ടല്ലോ. ബലിയിടുമ്പം ഇങ്ങനെ 3 ഉരുള വെച്ച് പിന്നെ 1 ഉരുളോ അങ്ങനെയൊക്കെയാണല്ലോ.
അപ്പൊ ഈ ഉരുള അങ്ങനെ വലിയ ഉരുളയാക്കി മാറ്റി ഇതിങ്ങനെ വെച്ച് 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 ഇത് വെക്കാൻ സ്ഥലമില്ലാണ്ട് വരുന്ന സമയത്ത് എവിടെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് നോക്കുമ്പോഴാണ് ഈ വൃദ്ധനായ ധാർത്തരാഷ്ട്രൻ വായുമ്പോൾ ചിരിക്കണം. അപ്പൊ ഒരെണ്ണം അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഭാഗവതം വ്യാസഭഗവാന്റെ ഭാവനയാണ്. പിണ്ടമാദത്തെ ഗൃഹപാലവത് എന്നാണ്. ബലിപിണ്ടമാടോ, ബലിച്ചോറാണ്, തൻ്റെ മക്കളുടെ ബലിച്ചോറാണ് താൻ കഴിക്കണമെന്ന് പറഞ്ഞു. ധാർത്തരാഷ്ട്രന്റെ കണ്ണ് തുറന്നു. ഏത് കണ്ണാണ്? ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞത് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണുമനവാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഉള്ളിലെ കണ്ണ് തുറന്നു. ആ വൃദ്ധൻ ജീവിതാവസാനം ഒരു നിമിഷമെങ്കിലും ഉള്ളിൽ തേങ്ങിയിട്ടുണ്ടാവണം. അതാണ് വ്യാസന്റെ കഥാപാത്ര സംസ്കരണം. ഗാന്ധാരിയുടെ കൈ അങ്ങോട്ട് പിടിച്ചു. ധീരത ധാർത്തരാഷ്ട്രൻ കാണിച്ചൊരൊറ്റ രംഗയുള്ളൂ ഭാരതത്തില്. കൈ അങ്ങോട്ട് പിടിച്ചു. സഞ്ജയൻ അനുഗമിച്ചു. കാട്ടിൽ ചെന്നിരുന്നു. ഒരു നേരം മാത്രം ഉണ്ട് സഞ്ജയൻ കഴിഞ്ഞു. കാലത്തിന്റെ എല്ലാ തേങ്ങലുകളും ഏറ്റുവാങ്ങിയ ആ പാവം വൃദ്ധൻ എന്ന് പറയാമോന്നറിയില്ല. പക്ഷെ ആ വൃദ്ധാവസ്ഥയിലുള്ള ആ ധാർത്തരാഷ്ട്രൻ പ്രായോപവേശം ചെയ്തു. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ചെയ്തിട്ടത്. യുദ്ധത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് പണ്ടത്തെ സമ്പ്രദായത്തിൽ വടക്കിരിക്കുക എന്ന് പറയാം. മാമാങ്കത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല, വടക്കിരിക്കും. തെക്കോട്ട് നോക്കി വടക്ക് ഭാഗത്ത് പോയിരിക്കും. ആ മുറിവ് പഴുക്കും, ധീരനെ പോലെ മരിക്കും. പിന്നെ ജലപാനം ചെയ്യില്ല. അതാണ് സത്യത്തിൽ പ്രായോപവേശം. പരീക്ഷിത്ത് ചെയ്തത് അതാണ്. ഒരു ജലപാനം ചെയ്യാതെ ഭാഗവതം കേട്ടു. അതാണ് ആദ്യം പറഞ്ഞത് പിബത ഭാഗവതം രസമാലയം. ഭാഗവതം കേൾക്കാനല്ല പറഞ്ഞത്, ചെവിക്ക് ഇങ്ങനെ ഒരു ആകൃതി തന്നത് എന്തിനാണ്? പാത്രമാണിത്. 2 ഹോള് മാത്രം പോരാ, ഇതൊരു പാത്രമാണ്. ഈ പാത്രം വെച്ചിരിക്കണം എന്തിനാ? പിബത ഭാഗവതം, കുടിക്കൂന്നാ പറഞ്ഞത്. രസമാലയമായ ഭാഗവതത്തെ പാനം ചെയ്യാനാ പറഞ്ഞത്, കുടിക്കുക എന്നാ പറഞ്ഞത്. അപ്പോ ആ അമൃതപാനം ചെയ്ത് അമൃതപുത്രന്മാരായിട്ട് മാറിയത് മാതിരി ഒറ്റ തവണ മാത്രം. അതെന്തുകൊണ്ടാണ്? ധർമ്മം അതിന്റെ പ്രതീകമായിട്ട് വിതുരൻ വന്നിട്ട് ധർമ്മോപദേശം ചെയ്തപ്പം ധർമ്മം അർത്ഥത്തിന്റെ പുറത്ത് നേടിയ വിജയമാണത്. ആ കാട്ടിലേക്ക് ചെന്നിരുന്നു. അനിന്ദിതയായ കുന്തിമാതാവും അവരെ അനുഗമിച്ചിരുന്നു. അവസാനം കാട്ടുതീ കടന്നു വന്ന യാമത്തില് പറഞ്ഞു, അവസാന നിമിഷമെങ്കിലും ആ തീയെ നമ്മുടെ അടുത്തേക്ക് വരാതെ ധീരന്മാരെ പോലെ തീയിലേക്ക് നമുക്ക് കടന്നിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുളകൾ പൊട്ടിച്ചീന്തവേ, കാട്ടുതീ അഗ്നിസ്ഫുലിംഗങ്ങൾ ആളവേ, ഗാന്ധാരിയോടുകൂടി വൃദ്ധനായ ധാർത്തരാഷ്ട്രൻ അഗ്നിയെ പ്രാപിച്ചു. അനിന്ദിതയായ കുന്തിമാതാവും ആ അഗ്നിയെ പ്രാപിച്ചു ലോകത്തോട് വിട പറഞ്ഞു പോയി. അപ്പോ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥാസക്തി ധാർത്തരാഷ്ട്രന്റെ പ്രതീകമാണ്. എത്ര അർത്ഥം കിട്ടിയാലും അത് വേണ്ട എന്ന് വെക്കാൻ സാധിക്കാത്ത പ്രകൃതം നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അടുത്തത് ആരാണ്? കാമത്തിന്റെ പ്രതീകമായ പാണ്ഡു. കാമം എന്ന് പറയുന്നത് 2 തരത്തിലാണ്, യുക്തകാമവും അയുക്തകാമവും. ലെജിറ്റിമേറ്റ് ഡിസയർ ആൻഡ് ഇലെജിറ്റിമേറ്റ് ഡിസയർ ആണ്. അയുക്തമായ കാമം വന്നാൽ ശരീരനാശം, മോഹം, അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോവുക ചെയ്യുക. പാണ്ഡു അതിന് ദൃഷ്ടാന്തമായി, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാരായണ അടുത്തതായിട്ട് കടന്നു വരുന്നതാണ് ആര്? സാക്ഷാൽ മോക്ഷത്തിന്റെ പ്രതീകമായിരിക്കുന്ന ശ്രീശുക മഹർഷി. ആ മോക്ഷത്തിന്റെ പ്രതീകമായ ശ്രീശുക മഹർഷി വരും ദിവസങ്ങളിൽ പരമമോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കെല്ലാവർക്കും ഇനി അടുത്ത രംഗത്തിലേക്ക് ഭാഗവത സത്രവേദി സാക്ഷികളാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.